നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു എർത്ത് സെൻ്ററിലാണ്. ഇന്ത്യയിലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ജഡായു എർത്ത് സെൻ്റർ എന്നുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആ പക്ഷിശില്പത്തിലോട്ട് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ താഴ്ന്ന് നമുക്ക് രണ്ട് വഴിക്ക് പോകാൻ പറ്റും. അതായത് രണ്ട് രീതിയിലാണ്. ഒന്ന് കാൽനടയായിട്ട്, പിന്നെ ഒന്ന് കേബിൾ കാറിൽ. നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. 325 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. 126 സ്റ്റെപ്സ് ഉണ്ട്. നമുക്കത് നടന്ന് വേണം കയറുവാനായിട്ട്. ഇവിടുത്തെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ക്യാഷ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഒരു കാരണം വെച്ചാൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. നമ്മളെന്തായാലും നടന്ന് കയറുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കേബിൾ കാർ കൂടെ തന്നെ പോകുന്നത്. നമ്മളതിനെ കേബിൾ കാർ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഇവിടെ നമ്മുടെ ബാഗ് മൊത്തം അവർ പരിശോധിക്കും. യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കുകളൊന്നും നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അനുവദിക്കുന്നില്ല. ഇൻക്ലൂഡിങ് ഡ്രിങ്കിങ് വാട്ടർ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേബിൾ കാർ ടിക്കറ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നത് ഒരാൾക്ക് 225 പ്ലസ് GST ആണ്. നമ്മുടെ ലൂക്ക് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ശരിക്കും പ്രയോറിറ്റി ലൈന് കിട്ടിയത് കൊണ്ടും നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് കേബിൾ കാറിലൂടെ കയറിയിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് മുന്നേ നമുക്ക് കിട്ടിയതാണ്. മലേഷ്യയിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ കേബിൾ കാറിലൂടെ യാത്ര ചെയ്തതാണ്. പക്ഷേ വളരെ കാലമായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് വരണമെന്നുള്ളത്. പക്ഷേ ഇത്ര അടുത്ത് കിടന്നിട്ടും ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അതൊരു വെടിക്കെട്ട സ്ഥലമായിരുന്നു. നമ്മൾ മിസ് ചെയ്തെന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും ഈ കേബിൾ കാർ യാത്ര തന്നെയാണ് സുഖം. നമ്മൾ ശരിക്കും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ടോപ്പിലെത്തുന്നതാണ്. മറ്റേതാണെങ്കിൽ നടന്ന് ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരുമ്പോഴത്തേക്ക് 1 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. ഒരു കേബിൾ കാറിൽ ശരിക്കും 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ മിനിമം 6 പേര് വേണം എന്നൊന്നുമില്ല. ശരിക്കും നമ്മൾ 2 പേരാണെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയിരിക്കുന്ന 4 പേര് വേറെ ആൾക്കാരായിരിക്കും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ലാട്ടോ, വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരയ്ക്കും ഇവിടെ പ്രവേശനമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു പാറയുടെ മുകളിലാണ് ഈ ശില്പം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഈ ശില്പത്തിന് 200 അടി നീളവും 150 അടി വീതിയും പിന്നെ ഒരു 70 അടി ഹൈറ്റും ആണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും വരാം. ഇതിനടുത്തായിട്ട് തന്നെ ഒരു ഹെലിപാഡ് ഉണ്ട്. VIP ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഹെലിപാഡ്. രാവിലെ ഉച്ചയ്ക്കൊക്കെ വരുന്നവർ ഉറപ്പായിട്ട് സൺഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ കുടകൾ കയ്യിൽ കരുതണം. ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. അതും നേരത്തെ പറഞ്ഞ മാതിരി ടിക്കറ്റ് നമ്മൾ നേരത്തെ മുൻകൂറായിട്ട് ഓൺലൈൻ വഴി എടുത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം നന്നായിട്ട് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഫോട്ടോസോ വീഡിയോസോ റീൽസോ ഒക്കെ എടുക്കാനായിട്ട് ഇതിൽ പരം നല്ല സ്ഥലം വേറെ ഇല്ല. അത്രയ്ക്ക് കിടിലൻ സ്പോട്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഈ കാറ്റടിക്കുമ്പോഴുള്ള സുഖം വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ജഡായുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥ ഈ കല്ലിൽ കൊത്തി വച്ചിരിക്കുന്നതാണ്. ഈ ജഡായുവിൻ്റെ ശില്പത്തിനുള്ളിൽ ഏകദേശം 5 നിലകളായിട്ടുള്ള തട്ടുകളായിട്ട് ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. 7 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതും ഞാൻ ഈ പറഞ്ഞ മാതിരി മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും 20ഓളം അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണുള്ളത്. അതിൽ മെയിനായിട്ടുള്ളത് റോക്ക് ക്ലൈമ്പിങ്, സിപ്പ് ലൈൻ, പെയിൻറ്റ് ബോള്, ട്രക്കിംഗ് മുതലായവയൊക്കെയാണ്. ഏകദേശം 65 ഏക്കറോളം, അതായത് 4 കുന്നുകളിലായിട്ടാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ BOT ടൂറിസ്റ്റ് പദ്ധതിയാണിത്. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ടൂറിസം പദ്ധതിനെയാണ് നമ്മൾ ഷോർട്ടാക്കി BOT ടൂറിസം പദ്ധതി എന്ന് പറയുന്നത്. ഹൈന്ദവ പുരാണമായിട്ടുള്ള രാമായണത്തിലെ ജഡായു എന്ന പക്ഷിയുടെ സ്മരണാർത്ഥമാണ് ശരിക്കും ഈ ശില്പം ഇവിടെ നിർമ്മിച്ചത്. ശരിക്കും ഇതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഈ രാമായണത്തിൽ പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ സീതാദേവീനെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ തടയാൻ ശ്രമിച്ചത് ജഡായുവായിരുന്നു. അങ്ങനെ ഈ തടയാൻ ശ്രമിക്കുന്ന വേളയിൽ നമ്മുടെ രാവണൻ്റെ വെട്ട് ഈ ജഡായുവിന് പിന്നെ കൊള്ളുകയും ജഡായുവിൻ്റെ ചിറകരിഞ്ഞ് പിന്നെ വീഴുന്നത് ഈ കുന്നുംപുറത്തെ പാറപ്പുറത്താണ്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്ഥലത്ത് തന്നെ ഈ ജഡായുപ്പാറിൻ്റെ ശില്പം അവർ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. പ്രശസ്ത സിനിമാ സംവിധായകനും ശില്പിയായിട്ടുള്ള രാജീവ് അഞ്ചലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേലിസ്റ്റ് പോവുക. അവിടെയാണെന്നുണ്ടെങ്കിൽ ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, മലേഷ്യ, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ടുള്ള പിന്നെ വിശദമായിട്ടുള്ള പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ് ആകുന്നതാണ്. അതിനുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തോട്ട് പോണ വഴിക്ക് കൈവരിയിലായിട്ട് സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കാണാനായിട്ട് അതിമനോഹരമായിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രം ചെയ്തിരിക്കുന്ന ഡിസൈൻ ഒരു രക്ഷയില്ല. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസിൽ ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഞാൻ കാണാത്തതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ. എനിവേ ഇത് നമ്മൾ ഈ പുരാണ സിനിമയിലൊക്കെ കാണുന്ന മാതിരി തന്നെ
അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു ക്ഷേത്രം ഒരു പണിത് വെച്ചിട്ടുണ്ട്. പാദരക്ഷകൾ പുറത്തിട്ട് വേണം ക്ഷേത്രത്തിൽ കയറുവാനായിട്ട്. അത് മാത്രമല്ല അഹിന്ദുക്കൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. കൂടുതലും നോർത്ത് ഇന്ത്യൻസിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ അതിഭക്തി സാന്ദ്രമായിട്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഒത്തിരി പൂജാകർമ്മങ്ങൾ നമുക്കിവിടെ ചെയ്യാം. ഈ പൂജാകർമ്മങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫീസുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഈ ആകാശത്തിൽ നോക്കിയേ ഒരു രക്ഷയില്ല. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയ്ക്കും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഈ ആകാശ ദൃശ്യം കാണുന്നത്. എഡിറ്റ് ചെയ്ത കളർ കൂട്ടിയതല്ല, ശരിക്കും നാച്ചുറലായിട്ടുള്ള ഈ ആകാശത്തിൻ്റെ കളറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഒറ്റ വ്യൂ മതി ശരിക്കും നിങ്ങളിവിടെ വന്ന് നിങ്ങൾ എൻട്രി ഫീ കൊടുത്തത് മുതലായി എന്ന് പറയാനായിട്ട്. അത്രമാത്രം ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണിത്. ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ സമയമൊക്കെ നോക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും സമയം പോകുന്നറിയില്ല. അത്രമാത്രം നമ്മളങ്ങ് എൻജോയ് ചെയ്തങ്ങ് നിന്നു പോകും എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഇവിടുത്തെ വൃത്തിയുടെ കാര്യം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പ്ലാസ്റ്റിക്കുകളൊന്നും ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ചപ്പു ചവറോ വേസ്റ്റുകളൊന്നുമില്ല. അത് മാത്രമല്ല ഒരു ചായക്കടയുണ്ട്. നമുക്ക് ചായയും കടിയും സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. വെള്ളം തികച്ച് സൗജന്യമാണ്. അവിടെ ഒരു ക്യാനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കുടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഇതുവരെയും വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, സാഹചര്യം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക. കാര്യം അത്രമാത്രം നല്ലൊരു സ്പോട്ടാണ്. എസ്പെഷ്യലി ആ കൊല്ലം, ട്രിവാൻഡ്രം ജില്ലക്കാർ നിങ്ങൾ വേറെ എവിടെ പോയത് പറഞ്ഞ കാര്യമില്ല, ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഡിലേ ആകുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആക്ച്വലി പേഴ്സണലായിട്ടുള്ള തിരക്കും അല്ലാതെ ജോലി തിരക്കും കാരണം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാതായിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇപ്പോഴും പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സ്പോട്ടിൽ നിന്നും വീണ്ടും കാണുന്നവരേക്കും ബൈ.